വിലക്കുറവിന്റെ ഫ്രീ കിക്കുമായി മലപ്പുറത്ത് ആവേശം തീർക്കാൻ 2 days ഡേ ആൻഡ് നൈറ്റ് സെയിലുമായി മയൂരി വീണ്ടും എത്തുന്നു. ഈ വരുന്ന ഡിസംബർ 21, 22 തീയതികളിൽ വിലക്കുറവിന്റെ മേളയിൽ ഗോളടിക്കാൻ മയൂരി, തിരൂർ, പെരിന്തൽമണ്ണ, എടക്കര. സാമൂഹ്യവിരുദ്ധർ അറവ് മാലിന്യം വാഴത്തോട്ടത്തിലും തോടുകളിലും തള്ളിയതായി പരാതി. ചോക്കാട് പന്നിക്കൊട്ടുമുണ്ട ചീരക്കുഴിത്തോട്ടത്തിലും തൊട്ടടുത്ത വാഴത്തോട്ടത്തിലുമാണ് തള്ളിയത്. ചോക്കാട് പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലം സന്ദർശിച്ചു. ചീരക്കുഴിയിലെ തെക്കേടത്ത് ജയപ്രകാശിന്റെ തോട്ടത്തിലാണ് അറവ് മാലിന്യം തള്ളിയത്. ജയപ്രകാശ് പോലീസിൽ പരാതിയും നൽകി. ഈ മേഖലയിൽ വലിയ തോതിൽ തന്നെ പുഴയിലും തോട്ടിലും പാതയോരങ്ങളിലും അറവ് മാലിന്യം തള്ളുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ട്. ഇതുവരെ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അറവ് മാലിന്യം വ്യാപകമാകുന്നതോടെ തൊട്ടടുത്ത വീട്ടുകാർക്ക് മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കോഴികളുടെയും മറ്റും വേസ്റ്റുകളും പ്ലാസ്റ്റിക് ക്യാരി ബാഗിലാക്കിയുമാണ് പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. തെരുവ് നായകളുടെ ആക്രമണവും പതിവായി. ഇത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഞങ്ങളിവിടെ വെള്ളിയാഴ്ച മരുന്ന് അടിച്ചിരുന്നു. അപ്പോൾ ആ മരുന്ന് അടിച്ചത് പുല്ല് ഉണങ്ങിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നു നോക്കിയതാണ്. അപ്പോഴിങ്ങനെ കണ്ടത്. അപ്പോൾ ഈ ഉസ്മാനും തൊട്ടടുത്തുള്ള വീട്ടിലാണ്. ഉസ്മാൻ വിളിക്കുകയും ചെയ്ത വീട്ടിലേക്ക്. അതിൽ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഈ ബ്ലഡ് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞതാ. അങ്ങേ ഭാഗത്ത് ഈ കീസിലൊക്കെ കെട്ടിയിട്ട് മുണ്ട കെട്ടിരുന്നു. അത് ഈ നായ്ക്കളൊക്കെ കടിച്ചിട്ട് ഞാനൊരു വാഴക്കൊല ഇട്ടാൻ വേണ്ടി നോക്കി. അതിൽ നായ്ക്കളിൻ്റെ രീതിക്ക് തിരിഞ്ഞു. അപ്പോൾ ഞാനൊരു വടിയെടുത്ത് കയ്യിൽ കത്തിൻ്റെ വടിയൊക്കെ വെട്ടിയെടുത്തപ്പോൾ അതിൽ നായ്ക്കളാണ്ട് ഓടിപ്പോയി. ഒരു വാഴക്കൊല വെട്ടിയിട്ട് അവിടെ പോകുന്നു. അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞു പഞ്ചായത്തിൽ കൊടുക്കുകയാണ്. അങ്ങനെ പഞ്ചായത്തിലും ഹെൽത്തിലും കൊടുത്തു. പഞ്ചായത്തുകാരും പോലീസുകാരൊക്കെ വന്ന് നോക്കി. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.